കേരളം കെട്ട നാട് ഭരിച്ച നാട് മുടിയുന്നു. കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ വവ്വാലുണ്ടായിരുന്നില്ലേ? കാരണം നമസ്കാരം. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനെ ഇങ്ങനെ എയറിലിട്ട് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാല് കുത്താൻ സമ്മതിക്കാത്ത വിധം പറത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ആളുകളെല്ലാം വിമർശിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, 2021 നിപ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമായിരുന്നു. അന്ന് പ്രതിപക്ഷ പാർട്ടിയിലാണല്ലോ അദ്ദേഹം, ഭരണപക്ഷത്തുള്ള ആളല്ലല്ലോ ആ സമയത്ത്. അദ്ദേഹം അന്ന് പറഞ്ഞത്, എരണം കെട്ടവര് നാട് ഭരിച്ചാൽ നാട് മുടിയും, നമുക്ക് മര്യാദയ്ക്ക് ഒരു ക്രിസ്മസ് ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇതിനു മുമ്പ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുണ്ട്. അന്നൊന്നും ഈ നിപയും ഒന്നും കേട്ടിട്ടില്ല, കൊറോണയൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതെല്ലാം വരുന്നത് എരണം കെട്ടവന്മാർ ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇതാ വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ സമയത്താണ് പഴയ വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ അദ്ദേഹത്തെ കിടന്ന് ട്രോളുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഏതായാലും മോശമായി പോയി, അത് വേറൊരു കാര്യം. കാരണം ഒരു രോഗാവസ്ഥ വരുമ്പോൾ, ഒരു മഹാമാരി വരുമ്പോഴല്ല ഇങ്ങനെ രാഷ്ട്രീയ പകപോക്കലുകൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാനും പക്വതയില്ലാതെ സംസാരിക്കാനും വേണ്ട സമയമല്ല അത്. പ്രായോഗികമായിട്ട് ആ ദുരന്തത്തെ നേരിടേണ്ട സമയത്ത് നേരിടുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ എനിക്ക് അതിനേക്കാൾ സങ്കടം തോന്നിയത് അദ്ദേഹം ഇതിന് ഇന്നലെ മാധ്യമ പ്രവർത്തകർ കൊടുത്ത മറുപടിയാണ്. ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ ഒരു വിമർശനത്തെക്കുറിച്ച് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ആകെ വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. പണ്ട് താങ്കൾ പറഞ്ഞിരുന്നു എരണം കെട്ടവർ ഭരിച്ചത് കൊണ്ടാണ് നിപ വന്നത്, ഇപ്പോൾ ഭരിക്കുന്നത് താങ്കളാണ്, പക്ഷേ നിപ വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞ ആളല്ല, ഇന്നിപ്പോൾ ഞാൻ കേരള സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതിനെ പറ്റി ഇപ്പോൾ ചോദിക്കേണ്ട, അന്ന് പറഞ്ഞത് ഞാൻ, ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വേറെ ഞാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. കാരണം രസകരമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു, ഒരു സാഹചര്യമായിരുന്നു അത്. കെ കരുണാകരൻ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വളരെയധികം രസകരമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളതും നമുക്കെല്ലാം അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ഇത്തിരി എരണം കെട്ടവനാണെന്നങ്ങ് വിചാരിച്ചോ, എനിക്കും ഇത്തിരി എരണക്കേടുണ്ട് എന്നുള്ള രീതിയിൽ രസകരമായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു മറുപടി പറഞ്ഞ് ലൈറ്റ് ആക്കേണ്ട സാഹചര്യമായിരുന്നു അത്. പക്ഷേ അദ്ദേഹം, ഞാനിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്, അന്ന് പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന രീതിയിലൊക്കെ ഒട്ടും ദഹിക്കാത്ത രീതിയിലുള്ള ഞാനല്ല ഈ ഞാനല്ല ആ ഞാൻ എന്നുള്ള രീതിയിൽ ആർക്കും പിടികിട്ടാത്ത തരത്തിലുള്ള ഒരു യുക്തിയുമില്ലാത്ത ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ദുഃഖം തോന്നി. കാര്യം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കയറിയതിനകം ചെയ്യുന്നുണ്ട് കേട്ടോ. രോഗികളെയൊക്കെ നേരിട്ട് മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിലൊക്കെ ചെന്ന് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ചോദിച്ചറിഞ്ഞ് അതൊക്കെ പരിഹരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് ആരോഗ്യ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുമുണ്ട്. അതിനോടൊപ്പം തന്നെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയിൽ ഇരുന്ന സമയത്ത് പല കാര്യങ്ങളും വാവിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിനെയൊക്കെ എങ്ങനെയാണ് ഈ സമയത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഈ നേതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ അന്തങ്ങളോട്. ഇതിട്ടൊന്ന് നെഗളിക്കുന്ന കുറെ അന്തങ്ങളുണ്ട്. ഇപ്പൊ എന്ത് പറയുന്നു മുരളീധര, അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, കോവിഡ് റാണി നിപ്പ റാണി എന്നൊക്കെ വിളിക്കാൻ എളുപ്പമായിരുന്നു, ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അങ്ങ് വിമർശിക്കാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി ഈ ഒരു സാഹചര്യം ഉപയോഗിക്കുന്ന അന്തങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ല ഇങ്ങനെ അങ്ങ് അദ്ദേഹത്തെ വിമർശിക്കാൻ. കാരണം ഈ ബിന്ദു എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ബിന്ദു, അവർ ഈയിടെ ഫേസ്ബുക്കിൽ, അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ശ്രീ വി ഡി സതീശൻ്റെ ഒരു ഫേക്ക് വീഡിയോ, അദ്ദേഹം നടുവിരൽ ഉയർത്തി കാണിക്കുന്ന, അശ്ലീല ആംഗ്യം കാണിക്കുന്ന രീതിയിൽ ആരോ നിർമ്മിച്ച ഒരു AI വീഡിയോ ഒരു മുൻ മന്ത്രിയായിരുന്ന, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, ഇത്രയും പക്വതയും പ്രായവും ഡോക്ടറേറ്റുമുള്ള ഒരു ഇടതുപക്ഷ നേതാവ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ എഴുതിയിട്ടുമുണ്ട്, അദ്ദേഹം കാണിച്ച നടുവിരൽ നമസ്കാരം, നടുവിരൽ ആംഗ്യത്തെക്കുറിച്ച് പൂക്കിയ മുഖ്യമന്ത്രിയായിരുന്ന ആൾ ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എന്തൊക്കെയോ എഴുതി തള്ളുകയും ചെയ്തു. അവർ ഒരു ആലോചനയും ഇല്ലാതെ അത് ചെയ്തല്ലോ.
അതായത് ആരോ നിർമ്മിച്ച ഒരു AI വീഡിയോ ഒറിജിനൽ ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. അത്രയും ഒരു പ്രതികരണ ശേഷി അവർ കാണിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്ന ആള് ചെറ്റേന്നും ഡാഷ് മോനെന്നും ഒക്കെ ഓരോ മുതിർന്ന നേതാക്കളെ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകളെ ഒക്കെ വിളിച്ചപ്പോൾ ഇവരൊക്കെ നിശബ്ദത പാലിക്കുകയല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് വന്ന രക്തം മറ്റുള്ളവർക്ക് വന്ന തക്കാളി ചട്നി അല്ലേ? VD സതീശൻ ആയതുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണ്ട, കയറി അങ്ങ് അറ്റാക്ക് ചെയ്തേക്കാം അല്ലേ? നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണല്ലോ. ആ ആളുകളായിരുന്നു പറയുന്നത്. അതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ അധികം ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് കിടന്ന് ചർച്ചയിലൊക്കെ വന്ന് മെഴുകി മരിക്കുകയാണ് ഇടതുപക്ഷ നേതാക്കൾ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ. അതേ കഴിഞ്ഞ ദിവസം പിണറായി വിജയനും ചിരിച്ചു പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്നത് കേട്ടു. ഫലപ്രദമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന്. ഇവര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് MM മണിയെ പോലെയുള്ള വിവരദോഷികൾ എന്താ പറഞ്ഞിട്ടുള്ളത്? കാട്ടാനയെ ഇറക്കുന്നത് വനം വകുപ്പ് മന്ത്രിയാണോ? കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അത് തള്ളിയിട്ടത് വീണ ജോർജ് ആണോ എന്ന് വാസവൻ ചോദിച്ചിട്ടുണ്ട്. പ്രളയം കൊണ്ടുവന്നത് പിണറായി വിജയനാണോ എന്ന് MM മണി ചോദിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സമയത്ത് അവർ ന്യായീകരിക്കാൻ വേണ്ടി അങ്ങനെ പറയും, എന്നിട്ട് ഇവർ കയറുമ്പോൾ ഇവരെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ അസ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വിമർശനം, കഴമ്പില്ലാതെയുള്ള വിമർശനം, തങ്ങളിരിക്കുമ്പോൾ ഒരു രീതിയിൽ സംസാരിച്ചിട്ട് അവർ കയറുമ്പോൾ മറ്റൊരു രീതിയിൽ നേർ വിപരീതമായിട്ട് സംസാരിച്ചു വെക്കുന്നത് ഇടതുപക്ഷ നേതാക്കളാണ് അക്കാര്യത്തിൽ ഏറ്റവും ബിരുദന്മാർ. അതുപോലെ തന്നെ പിണറായി വിജയന് അധികാരം ഉണ്ടായിരുന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് എങ്ങനെയാണ് പറഞ്ഞത്? കടക്ക് പുറത്ത് അവരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോ എന്നുള്ള ഭാവത്തിലാണ് കണ്ണടയൊക്കെ ഊരി പോക്കറ്റ് വെച്ചുകൊണ്ട് ചിരിച്ചു പിടിച്ചുകൊണ്ട് 32 വല്ലും പുറത്തിട്ടുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള ഒരു വിശേഷണം VD സതീശന് കിട്ടി, അദ്ദേഹം വൈറലായത് കണ്ടു. അപ്പോൾ പിന്നെ ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന പേര് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം, ചിരിച്ച ആളുകളെ മയക്കിക്കളയാം, VD സതീശനെ അനുകരിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഇപ്പോൾ ചിരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങേര്. 18 ദിവസങ്ങൾക്കുള്ളിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം അറിയാമല്ലോ. ഇവര് പല സമയത്തും പലതും മാറ്റി മാറ്റി പറയുന്നതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറയുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പിണറായി വിജയന്റെ മകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ED അവിടെ റെയ്ഡിന് വന്നു. ആ സമയത്ത് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നു, പ്രസ്ഥാനത്തെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് നിയമപരമായിട്ടാണ് അതൊക്കെ മുന്നോട്ട് പോയത്. കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ റെയ്ഡെന്ന് മനസ്സിലായി. കാരണം ഇപ്പോൾ സമൻസ് കൊടുത്തിരിക്കുകയാണ്, ഹാജരാകത്തില്ല, വയറിളക്കോ ഛർദിലോ ഒക്കെയാന്നൊക്കെ പറയുന്നു. കഷ്ണം കാത്തോണെ കാറിൽ മിത്തപ്പ. ഏതായാലും ഇങ്ങനെ സമൻസ് കിട്ടിയപ്പോൾ പിന്നെ അന്തങ്ങളൊക്കെ എന്താ പറഞ്ഞത്? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോയതായിരുന്നല്ലോ ED റെയ്ഡ് എന്ന് വെച്ചാൽ. അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ റെയ്ഡ് കോടതിയുടെ ഉത്തരവോടെ പോയ റെയ്ഡാണത്, നടന്ന റെയ്ഡാണ്. അതിന് MA ബേബി ഡൽഹി ചെന്ന് MA ബേബിയും പിന്നെ ജയിക്കും ഒക്കെ അവിടെ അക്ക് കളിച്ച് പ്രതിഷേധിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിയമത്തിന്റെ വഴി വിട്ടാൽ പോരായിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഓരോന്ന് സാഹചര്യത്തിനനുസരിച്ച് മാറ്റി പറയുന്നതിൽ ബിരുദന്മാർ ഇവർ തന്നെയാണ്. ഞാനത് പറയാൻ കാരണമേ, K മുരളീധരൻ എന്ന് പറഞ്ഞത് തെറ്റ്, അങ്ങനെ ആരും പറഞ്ഞുകൂടാ. ഒരു സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു മഹാമാരി വരുന്ന സമയത്ത് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൂടാ. എന്നാലും അദ്ദേഹത്തിന് ഇട്ടങ്ങ് വാട്ടുകയാണ്, ഞങ്ങൾ എന്തോ നല്ല ആളുകളാണ്, ഇങ്ങേരാണ് ഇങ്ങനെ പറയുന്ന ആള്, ഇവരാണ് തെറ്റുകാർ എന്നുള്ള രീതിയിൽ കിടന്ന് ആഘോഷിക്കുന്നതുകൊണ്ട് ഇത്രയും പറഞ്ഞതാണ്. പിന്നെ വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്. ഈയിടെ ശിവൻകുട്ടി പറയുന്നത് കേട്ടു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കരുത്, ഒരു ആനുകൂല്യങ്ങളും കൈപ്പറ്റരുത്, ഒരു കാരണവശാലും VD സതീശൻ PM ശ്രീ പദ്ധതിക്ക് സമ്മതം മൂളരുത് എന്നൊക്കെ ഇരുന്ന് ഈയിടെ കരയുന്നത് കേട്ടു. എന്നിട്ട് ഇങ്ങേര് ആരും അറിയാതെ അവിടെ ചെന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച കാര്യത്തെ പറ്റി അന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞതെന്നറിയാമോ? നമുക്ക് കിട്ടേണ്ട ഫണ്ട് അടിച്ചെടുക്കാൻ നമ്മൾ പല അടവും പയറ്റുമെന്ന്, വേണമെങ്കിൽ അവിടെ ചെന്ന് അവരുടെ കാലെ കുനിഞ്ഞു വീണോളും, സാഷ്ടാംഗം പ്രണമിച്ചോളും എന്നൊക്കെ. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് വാക്ക് മാറ്റി പറയുന്നവരായി ഇടതുപക്ഷ നേതാക്കളെല്ലാം, മന്ത്രിമാരുൾപ്പെടെ എല്ലാം കണക്കാണ്. അതുകൊണ്ട് കൂടുതൽ അങ്ങ് നെഗളിക്കണ്ട, ഈ എരണം കെട്ടവനെ പിടിച്ച് കയറണ്ട, തെന്നി വീഴുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ ഈ വീഡിയോ.